ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എൻട്രി ആപ്പ്. ഇന്ന് നമ്മൾ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവുകയാണ്, പ്രസന്ന വർമ്മ സാറിനെ. അദ്ദേഹം കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ ജോയിൻറ്റ് രജിസ്ട്രാറായിട്ട് റിട്ടയർഡ് ആയ വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഈ കോഓപ്പറേറ്റീവ് ബാങ്കിലെ ജോലി സാധ്യതകൾ, അവിടെ എങ്ങനെ നമുക്ക് പ്രവേശിക്കാം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ചോദിച്ചറിയാം. സാർ എങ്ങനെയാണ് ഈ ഒരു കരിയറിൽ പ്രവേശിച്ചത്? എങ്ങനെയാണ് സാറിന് ഇതിനോട് താല്പര്യമുണ്ടായത്? ഈ ഒരു കരിയറിൽ എങ്ങനെ എൻറ്റേർഡ് ആയി എന്നുള്ളതിനെ കുറിച്ച് പറയാമോ? എനിക്ക് ചെറുപ്പം മുതൽ തന്നെ ടീച്ചിങ്ങിനോട് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ടീച്ചറാകാൻ പറ്റിയില്ല, അതിനുള്ള അവസരം കിട്ടിയില്ല. എനിക്ക് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലാണ് സെലക്ഷൻ കിട്ടിയത്. അതിനു മുമ്പ് ആദ്യം സർവീസ് കയറുന്നത് ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, കോടതിയിലായിരുന്നു. അവിടുന്ന് ഞാൻ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ മേടിച്ചാണ് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലോട്ട് വന്നത്. അപ്പൊ ഈ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റില് ഈ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു വിങ് ഉണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. JDC ട്രെയിനിങ്, ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ, കേരളത്തിലെ പല സെന്ററുകളുണ്ട് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന്റെ കീഴിൽ. അവിടെ അധ്യാപകരായിട്ട് ഡിപ്പാർട്ട്മെന്റിലെ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സിനെയാണ് നിയമിക്കുന്നത്. അതുപോലെ അവിടുത്തെ പ്രിൻസിപ്പല് ഡെപ്യൂട്ടി രജിസ്ട്രാർ കേഡറിലുള്ള ആളുമാണ്. അപ്പോൾ നമുക്ക് അവിടെ ഈ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പോസ്റ്റിൽ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ടീച്ചിങ് സാധ്യമാകും എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ടൊരു ഓപ്ഷൻ കൊടുത്ത് അങ്ങനെ ഈ ട്രെയിനിങ് വിങ്ങിൽ വരികയും JDC കോഴ്സ് ഒരു 13 വർഷത്തോളം കോട്ടയം കോഓപ്പറേറ്റീവ് ട്രെയിനിങ് സെന്ററിൽ വർക്ക് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് രജിസ്ട്രാറായി പല സ്ഥലങ്ങളിലും ട്രാൻസ്ഫർ ആയിപ്പോയി. തിരിച്ച് ഡെപ്യൂട്ടി രജിസ്ട്രാർ പോസ്റ്റിൽ വന്നപ്പോൾ വീണ്ടും അതേ ട്രെയിനിങ് സെന്ററിൽ തന്നെ പ്രിൻസിപ്പലായിട്ട് എനിക്കൊരു വർഷം കൂടെ പോസ്റ്റിംഗ് കിട്ടി. അവിടെയും ക്ലാസ്സുകൾ എനിക്ക് എടുക്കണമായിരുന്നു, കോഓപ്പറേറ്റീവ് ലോ പോലുള്ള സബ്ജക്റ്റുകൾ. അതും കൈകാര്യം ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ജോയിന്റ് രജിസ്ട്രാറായിട്ട് പ്രൊമോഷൻ കിട്ടിപ്പോകുന്നതും. അങ്ങനെ ആ പോസ്റ്റിൽ ജോയിന്റ് രജിസ്ട്രാറായിട്ടും ജോയിന്റ് ഡയറക്ടറായിട്ടും ഓഡിറ്റ് വിങ്ങിലെ ഡയറക്ടറായിട്ടും ഞാൻ റിട്ടയർ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ടീച്ചിങ്ങിൽ വന്നത്. അപ്പൊ എനിക്ക് നേരിട്ട് ഒരു ടീച്ചറാകാൻ സാധിച്ചില്ലേലും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ടീച്ചറായിട്ട് ഒരു 10-14 വർഷം സർവീസിൽ തന്നെ തുടരാൻ സാധിച്ചു. റിട്ടയർ ചെയ്തതിന് ശേഷവും ഞാൻ കണ്ടിന്യൂ ചെയ്യാണ് ഈ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് ഫീൽഡിൽ. നേരത്തെ പല സ്ഥലങ്ങളിലും പോയി പഠിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഓൺലൈനായിട്ട് പല സ്ഥാപനങ്ങളിലും ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നു. സാർ, ഈ നാഷണലൈസ്ഡ് ബാങ്ക്സും ഈ കോഓപ്പറേറ്റീവ് ബാങ്ക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണത്? അതിനെ പറ്റി ഒന്ന് പറയാമോ? നാഷണലൈസ്ഡ് ബാങ്കും കോഓപ്പറേറ്റീവ് ബാങ്കുകളും തമ്മിൽ അല്ലേ? അതെ. നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ റിസർവ് ബാങ്കിന്റെ കൺട്രോളിൽ വരുന്ന ബാങ്കുകളാണ്. പക്ഷെ കോഓപ്പറേറ്റീവ് സെക്ടറിലുള്ള ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ അത് രണ്ട് ഭാഗമാണ്. അത് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള കോഓപ്പറേറ്റീവ് ബാങ്കുകളും ഉണ്ട്, രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ കീഴിലുള്ള കോഓപ്പറേറ്റീവ് ബാങ്കുകളുമുണ്ട്. നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളെ തന്നെ ഇങ്ങനെ കേരളത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുക. അപ്പോൾ അപ്പെക്സ് സ്ഥാപനങ്ങൾ, ആ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, അതായത് ഇപ്പോഴത്തെ കേരള ബാങ്ക് എന്ന് അറിയപ്പെടുന്ന കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കും അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകളും റിസർവ് ബാങ്കിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ്. എന്നാൽ ബാക്കിയുള്ള ബാങ്കുകൾ രജിസ്ട്രാറുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുക, രജിസ്ട്രാറുടെ കൺട്രോളിലാണ്. ഇത് നാഷണലൈസ്ഡ് ബാങ്ക് അല്ല. കോഓപ്പറേറ്റീവ് സെക്ടറിൽ ആകെ ഒരു നാഷണലൈസ്ഡ് ബാങ്കേ ഉള്ളൂ. അത് ഈ ഇപ്പോഴത്തെ കേരള ബാങ്കായ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കാണ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ഈ കോഓപ്പറേറ്റീവ് ബാങ്കിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊന്ന് പറയാമോ? ഇന്ന് നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കഴിഞ്ഞാൽ
ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് കോപ്പറേറ്റീവ് സെക്ടറിലാണ്. രണ്ടാം സ്ഥാനം കോപ്പറേറ്റീവ് സെക്ടറിലാണ്. ഇന്ന് കേരളത്തില് 10,000-ന് മേൽ സഹകരണ സ്ഥാപനങ്ങളുണ്ട്. ഏതാണ്ട് 11,892 സഹകരണ സ്ഥാപനങ്ങൾ. അത് അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ, ഡയറി, ഫിഷറീസ്, അങ്ങനെയുള്ള എല്ലാ മേഖലയിലെയും കൂടെ കൂട്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ 10,000-ന് മേൽ സഹകരണ സ്ഥാപനങ്ങളിലെല്ലാം ധാരാളം വേക്കൻസികൾ, ഒഴിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഈ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ കീഴിൽ ഉള്ള ടെസ്റ്റുകൾ എഴുതി സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി നേടാം. അതുകൂടാതെ അപ്പെക്സ് സ്ഥാപനങ്ങളിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നേരിട്ട് വിളിക്കുകയാണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, അതുപോലെ ഫെഡറേഷനുകൾ, അങ്ങനെയുള്ള അപ്പെക്സ് സ്ഥാപനങ്ങളിൽ, സഹകരണ സ്ഥാപനങ്ങളിൽ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ടെസ്റ്റ് നടത്തി ഇന്റർവ്യൂ അതുപോലുള്ള കാര്യങ്ങൾ നടത്തിയിട്ട് നിയമനം നടത്തുന്നു. എന്നാൽ എക്സാമിനേഷൻ ബോർഡിന്റെ കീഴിലുള്ള മറ്റ് ഭൂരിഭാഗം വരുന്ന ബാങ്കുകൾ നിയമനം നടത്തുന്നത് മറ്റ് അപ്പെക്സ് സ്ഥാപനങ്ങളല്ലാത്ത സ്ഥാപനങ്ങളിലാണ്. ഇനിയും വേറൊരു വിഭാഗം കൂടെയുണ്ട്, സബ് സ്റ്റാഫ്. അതായത് ജൂനിയർ ക്ലർക്കിന് താഴെയുള്ള സെയിൽസ്മാൻ, അറ്റൻഡർ, പ്യൂണ്, അങ്ങനെയുള്ള തസ്തികയിലുള്ള, അതാണ് സബ് സ്റ്റാഫ് എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ളവരെ അതാത് സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതി നേരിട്ട് ഒരു രജിസ്ട്രാർ അംഗീകരിച്ചിട്ടുള്ള ഒരു ഏജൻസിയെ കൊണ്ട് ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ നടത്തി, ഇന്റർവ്യൂ ബോർഡ് തന്നെ നടത്തും, ടെസ്റ്റ് നടത്തി, ഇന്റർവ്യൂ ഭരണസമിതി നടത്തി, അങ്ങനെ നിയമനം നടത്തുന്നു. അപ്പൊ ഇങ്ങനെ 3 തരത്തിലാണ് സഹകരണ സ്ഥാപനങ്ങളിലോട്ടുള്ള നിയമന രീതി. അപ്പൊ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകൾ ഇവിടെയുണ്ട്. ജൂനിയർ ഇപ്പൊ എക്സാമിനേഷൻ ബോർഡിന്റെ പരീക്ഷകൾ ഒരു വർഷത്തിൽ 3 പരീക്ഷകളും നടത്തുന്നു. നിരവധി ഒഴിവുകൾ അവര് നോട്ടിഫിക്കേഷനിലൂടെ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കേരളത്തിലുടനീളമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. ഓക്കെ സാർ. ഈ സാറ് ഈ സബ് സ്റ്റാഫ്സിനെ പറ്റി പറഞ്ഞല്ലോ, അതിൽ ഈ എൻട്രി ലെവലിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എങ്ങനെയാണ് കരിയർ ഗ്രോത്ത്? അവർക്ക് ഏത് പോസ്റ്റ് വരെ ഉയരാം? അല്ല, എൻട്രി ലെവലിൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവിടെ അവര് ഈ പ്യൂണോ, അറ്റൻഡർ, സെയിൽസ്മാൻ ഒക്കെ ആയിട്ട് കയറുകയാണ്, സർവീസിൽ കയറുകയാണ്. അവർക്കപ്പം SSLC അതുപോലുള്ള ചുരുങ്ങിയ ക്വാളിഫിക്കേഷൻ മതി. അവർക്ക് സഹകരണ മേഖലയിലുള്ള കോഴ്സുകൾ ഒന്നും തന്നെ അവർ പാസ്സാകേണ്ടതില്ല ഈ പോസ്റ്റുകളിലോട്ട്. എന്നാൽ അവരെ അവിടെ സർവീസിൽ കയറിയതിന് ശേഷം JDCO അല്ലെങ്കിൽ HDC ആൻഡ് BM അങ്ങനെയുള്ള കോഴ്സുകൾ പോയി അത് പൂർത്തീകരിച്ച് അവർക്ക് അവിടുന്ന് പ്രൊമോഷൻ റേഷ്യോ ഉണ്ട്. 1:4 എന്നുള്ള റേഷ്യോ അനുസരിച്ച് 4 പേരെ എക്സാമിനേഷൻ ബോർഡിന്റെ പരീക്ഷയിൽ പാസ്സാകുന്നവരെ നേരിട്ടെടുക്കുമ്പോൾ ഒരാളെ സബ് സ്റ്റാഫിൽ നിന്ന് നിയമിക്കണം എന്നാണ് നിയമം പറയുന്നത്. ആ റൂളിൽ പറയുന്നുണ്ട്. അതനുസരിച്ചാണ് നിയമിക്കുന്നത്. അപ്പൊ അങ്ങനെ അവർക്ക് ആ ചാനൽ വഴി ജൂനിയർ ക്ലർക്കായിട്ട് സർവീസിൽ കയറാം. അപ്പൊ അവർ ആ എൻട്രി കേഡറിൽ ഇരുന്നതിന് ശേഷം ഈ സഹകരണ മേഖലയിലെ കോഴ്സുകൾ പാസ്സായാൽ മതി. BCom വിത്ത് കോർപ്പറേഷനോ JDCO HDCO ഒക്കെ പാസ്സായിട്ട് സർവീസിൽ ഇരുന്നുകൊണ്ട് തന്നെ അതിന് പോയി പഠിച്ച് പാസ്സാകാം. JDCക്കും പറ്റും. സാർ, ഈ കോഓപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് ആയാലുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? കോഓപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസിന്റെ പ്രയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാവാണ് ഞാൻ പറയുന്നത്. ഗവൺമെന്റ് സർവീസിൽ നമുക്ക് ട്രാൻസ്ഫർ ഉണ്ടാകും. കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നമുക്ക് പ്രൊമോഷൻ വഴിയോ അല്ലാതെയോ ഒക്കെ ട്രാൻസ്ഫർ നടക്കും. ഇത് നമുക്കൊരു ബാങ്കിൽ കയറി കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഗുണം. നമുക്ക് കഴിയുന്നതും കോഓപ്പറേറ്റീവ് ബാങ്കുകൾ ഒരു പഞ്ചായത്ത് ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ജില്ലയിലാണ്. അപ്പൊ അവിടെ വിട്ടു പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് അത് ഏറ്റവും ഉപകാരപ്രദമാണ്. പിന്നെ
നല്ല സ്ഥിരമായ ഇൻകം കിട്ടുന്ന, നല്ല സാലറി കിട്ടുന്ന ഒരു ജോലിയാണ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ. പിന്നെ പ്രൊമോഷൻ സ്കോപ്പ്. ഒരു ജൂനിയർ ക്ലർക്ക് ആയി കഴിഞ്ഞാൽ അത് പ്രൊമോഷൻ കിട്ടി മാക്സിമം ആ സ്ഥാപനത്തിന്റെ CEO വരെ ആകാം. അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സെക്രട്ടറിയോ ജനറൽ മാനേജറോ MDയോ ആ സംഘത്തിന്റെ അതുപോലെ അവിടം വരെ എത്താനുള്ള പ്രൊമോഷൻ സ്കോപ്പും ഈ സഹകരണ സ്ഥാപനങ്ങളിലെ ജോലിക്കുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത്. സാർ, ഈ ഗ്രാജുവേറ്റ്സിന് ഏതെല്ലാം പോസ്റ്റുകൾക്കാണ് വിളിക്കുന്നത്? അതിനുള്ള എലിജിബിലിറ്റി എന്താണെന്നുള്ളതൊന്ന് പറയാമോ? ഗ്രാജുവേറ്റിന് സാധാരണ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് ജൂനിയർ ക്ലർക്കായിട്ട് അപ്ലൈ ചെയ്യാം. അത് കൂടാതെ അവർക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലോട്ട് എക്സാമിനേഷൻ ബോർഡ് വിളിക്കാറുണ്ട്. സെക്രട്ടറി അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലോട്ട്. അപ്പൊ അതിനകത്ത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് 186 റൂൾ പ്രകാരം എനി ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്സ് ഇൻ ടോട്ടൽ ഓഫ് ഓൾ സബ്ജക്ട്സ് എന്നാ പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഡിഗ്രി പാസ്സായിട്ടുള്ള ഒരാൾക്ക് അത് 50% മൊത്തം മാർക്കിന്റെ കണക്കാക്കിയിട്ടാണ് 50% മാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് ഈ അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലോട്ട് നേരിട്ട് അപ്ലൈ ചെയ്യാം, ടെസ്റ്റ് എഴുതാൻ. അല്ലെങ്കിൽ BSc കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്. BSc കോപ്പറേഷൻ ബാങ്കിങ് എന്ന് പറഞ്ഞത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു കോഴ്സാണ്. അല്ലെങ്കിൽ BCom വിത്ത് കോപ്പറേഷന് 50% മാർക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ ഡിഗ്രി ഉള്ളവർക്ക് ഈ അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലോട്ട് അപേക്ഷിക്കാം. സാർ, ഈ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാംസിന്റെ എക്സാം പാറ്റേൺ ഒക്കെ എങ്ങനെയാണ്? എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവലൊക്കെ എങ്ങനെയാ? എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന പരീക്ഷകൾ 2 ഘട്ടമായിട്ടാണിത് ഈ സെലക്ഷൻ കിട്ടുന്നത്. ആദ്യം റിട്ടൺ ടെസ്റ്റ് 80 മാർക്കിന്റെ റിട്ടൺ ടെസ്റ്റും അതിനുശേഷം അതാത് സഹകരണ സംഘങ്ങളുടെ ഭരണസമിതി നടത്തുന്ന 15 മാർക്കിന്റെ ഇന്റർവ്യൂ ആണ്. ഇതിൽ ഈ റിട്ടൺ ടെസ്റ്റ് എന്ന് പറയുന്നത് 7 സബ്ജക്റ്റുകളാണ് ഇതിനകത്ത്. കോപ്പറേറ്റീവ് ലോ, കോപ്പറേഷൻ, അക്കൗണ്ടൻസി, ബാങ്കിങ്, ജനറൽ ഇംഗ്ലീഷ്, റീസണിങ്, ജനറൽ നോളജ്, ഇങ്ങനെ 7 വിഷയങ്ങൾ ഉള്ള ഒരു ടെസ്റ്റാണ് നടത്തുന്നത്. 25 ചോദ്യങ്ങൾ വെച്ച് ആണ് ഇപ്പോൾ ചോദിക്കുന്നത്. 7 വിഷയങ്ങളിലും ഓരോ വിഷയങ്ങളിലും 25 ക്വസ്റ്റ്യൻസ് വെച്ച് സബ്ജക്റ്റുകൾക്കുണ്ടാവും. എന്നാൽ ഇംഗ്ലീഷിനും റീസണിങ്ങിനും ജനറൽ നോളജിനും 20 ചോദ്യങ്ങൾ വെച്ചുമാണ്. അങ്ങനെ 160 ചോദ്യങ്ങൾ, അര മാർക്ക് വെച്ച് 80 മാർക്കാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോ നെഗറ്റീവ് മാർക്ക്. നെഗറ്റീവ് മാർക്ക് ഇല്ല. PSCക്ക് ആണെങ്കിൽ നെഗറ്റീവ് മാർക്കുണ്ട്. അങ്ങനെ ഒരു ഗുണം കൂടി ഇതിനുണ്ട്. നെഗറ്റീവ് മാർക്കില്ല. ഇത് തുല്യമായിട്ട് എല്ലാ വിഷയങ്ങളും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് ഡിഫിക്കൽറ്റി ഇല്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പരീക്ഷയാണ്. എൻ്റെ നോട്ടത്തിൽ ഞാൻ പറയുകയാണ്, PSC പരീക്ഷയെക്കാട്ടിലും വളരെ സിമ്പിളാണ്. നന്നായിട്ട് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ എൻട്രി ആപ്പ് പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് നന്നായിട്ട് പഠിക്കുക. നമുക്ക് ചിട്ടയായിട്ടുള്ള ഒരു പഠന രീതിയാണ് എൻട്രി ആപ്പിൽ കൂടി കൊടുക്കുന്നത്. അതായത് ഈ പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറാവുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞു, എല്ലാ വിഷയങ്ങൾക്കും തുല്യമായ പ്രാധാന്യം കൊടുക്കണം. 7 വിഷയങ്ങൾക്ക്. ഈ എൻട്രി ആപ്പിൽ അങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും തുല്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ്. അപ്പൊ അതുകൂടാതെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, ഈ ആപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ വളരെ ലളിതമാണ്. മറ്റ് ആപ്പുകളെക്കാട്ടിലും വളരെ ലളിതമായിട്ടാണ് ഉപയോഗിക്കാനുള്ള രീതികൾ. അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്കും ശരിയായിട്ട് ഉള്ള ഒരു പഠനം കൊടുക്കുന്നുണ്ട്. അതുപോലെ മോഡൽ ടെസ്റ്റ് പേപ്പറുകൾ, ക്വിസുകൾ, അതുപോലെ തന്നെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള അവസരം, ഇതെല്ലാം തന്നെ ഓരോ വിഷയങ്ങൾക്കും നന്നായിട്ട് ഈ ആപ്പിലൂടെ
ഇതിൽ ചേർന്ന് പഠിക്കുകയാണെങ്കിൽ സാധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സാർ, ഈ എക്സാംസിന് ഉള്ള പ്രായപരിധി എന്തുവാണ്? എക്സാംസിന് ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 40 വയസ്സാണ് മാക്സിമം. 18 വയസ്സ് മിനിമം, മാക്സിമം 40 വയസ്സ് വരെയാണ്. എന്നാൽ SC/ST വിഭാഗത്തിലുള്ളവർക്ക് ഒരു റിലാക്സേഷൻ ഉണ്ട്. 45 വയസ്സ് വരെ ഉയർന്ന പ്രായപരിധിയുണ്ട്. അതുപോലെ തന്നെ OBC, എക്സ് സർവീസ് 3 വർഷവും കൂടെ ഇളവ് കൊടുത്തിട്ടുണ്ട്. 43 വയസ്സ് വരെ പറ്റും. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ് 10 വർഷം ഒരു റിലാക്സേഷൻ ഉണ്ട്. 50 വയസ്സ് വരെ അവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ വിഡോസ് ആണെങ്കിൽ 45 ഇയേഴ്സ് വരെ 5 വർഷവും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ പ്രായപരിധി. ഓക്കെ സാർ, ഈ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് സാറിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് അവരോട് പറയാനുള്ളത്, ഇത് സാധാരണഗതി കണ്ടുവരുന്നത് അപേക്ഷ അയക്കും. അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ പിന്നെ അനങ്ങത്തില്ല, പഠിത്തം നടക്കത്തില്ല. പിന്നെ ഒരു പരീക്ഷയുടെ അടുക്ക് ഒരു 2-3 മാസം കഴിഞ്ഞാണ് സാധാരണ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് പരീക്ഷ വരിക. പരീക്ഷയുടെ അടുത്ത് വരുമ്പോഴത്തേക്കാണ് എവിടെയെങ്കിലും പഠിക്കണമല്ലോ, ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത്. ചെല്ലാണെങ്കിൽ ഹാൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് വരെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ ഓടി നടക്കുന്നവരുണ്ട്. അത് മാറ്റുക. നമുക്ക് ചിട്ടയായ തുടർന്നുള്ള പഠന രീതിയാണ് ആവശ്യം. ഒരു പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ ഒരു പരീക്ഷയുടെ റിസൾട്ട് വരാൻ നമ്മൾ നോക്കിയിരിക്കരുത്. ഒരു പരീക്ഷ കഴിഞ്ഞാൽ നമ്മൾ ആ പഠനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം, ഒരു ബ്രേക്ക് ഇല്ലാതെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് കിട്ടിയില്ലെങ്കിൽ അടുത്തതിന് ഉറപ്പായിട്ടും കിട്ടും. ആ രീതിയിൽ പഠിക്കുന്നവർക്ക് സെലക്ഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ മുമ്പേ ഞാൻ പറഞ്ഞ മാതിരി എല്ലാ വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കണം. അത് കാര്യം ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. എല്ലാ 25 ചോദ്യം വെച്ചും 20 ചോദ്യം വെച്ചുമാണ് വരുന്നത്. എല്ലാ ഭാഗത്തു നിന്നും വരും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണിത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ OMR ടെസ്റ്റ് ആണ്. അതുകൂടാതെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ഗുണത്തേക്കാൾ നമുക്ക് ചിലപ്പോൾ അതൊരു ദോഷം സംഭവിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ ശരിയായ ആൻസർ നമ്മുടെ മനസ്സിൽ വരത്തക്ക രീതിയിൽ പഠിക്കുകയാണ്. അപ്പൊ ആദ്യമേ നമുക്ക് ഒരു ടെൻഡൻസി ഉണ്ട്, ചോദ്യം കാണുന്നതിന് മുമ്പ് തന്നെ ഉത്തരത്തിലോട്ട് നോക്കുക, ഉത്തരം നമ്മുടെ മനസ്സിലിരിക്കുക. അപ്പൊ 4 ഓപ്ഷൻ നമ്മുടെ മനസ്സിലിങ്ങനെ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കോപ്പറേറ്റീവ് ലോ പോലെ സെക്ഷൻ ഇയറൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ആ ഓപ്ഷനിൽ സമാനമായിട്ടുള്ള സെക്ഷനുകളായിരിക്കും അല്ലെ റൂളുകളായിരിക്കും കൊടുക്കുക. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ കൂടും. അതുകൊണ്ട് ഒരിക്കലും ഉത്തരം നോക്കരുത്. ക്വസ്റ്റ്യൻ 1-2 ആവർത്തി വായിച്ച് മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ വരുന്ന കറക്റ്റ് ആൻസർ അതിനകത്തോട്ട് നോക്കുക, അത് കാണും, അത് നമ്മൾ മാർക്ക് ചെയ്യുക. ആ രീതിയിൽ വേണം പഠനം. അപ്പൊ ഞാൻ ഈ ആപ്ലിക്കേഷൻ നോക്കിയപ്പോൾ ഇതിനകത്ത് അങ്ങനെയുള്ള ഒരു രീതി, പരീക്ഷ മോഡൽ പരീക്ഷകൾ നടത്തുന്നുണ്ട്. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഓരോ ചോദ്യങ്ങളായിട്ട് ഇതിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അത് നല്ലൊരു രീതിയാണ്. സാധാരണ കാണാത്തൊരു രീതിയാണ് ഈ എൻട്രി ആപ്പിൻ്റെ. അത് നല്ലതാണ്, നല്ല രീതിയിൽ ഒരു പഠന രീതിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ച് നിരന്തരമായി പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞാൽ നല്ലൊരു ജോലി കരസ്ഥമാക്കാം. അങ്ങനെ ആകട്ടെ എന്നാണ് പറയാനുള്ളത്. താങ്ക് യു സാർ. ഇത്രയും നേരം എൻട്രി ആപ്പിന് വേണ്ടി താങ്കൾ ഈ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുത്തുകൊണ്ട് ഒത്തിരി നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികൾക്ക്, ഈ കോപ്പറേറ്റീവ് ബാങ്ക് എക്സാംസിന് വേണ്ടി ഒരുങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സാറ് ടീച്ചിങ്ങിനും നല്ല എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെട്ടു. സോ താങ്ക് യു സാർ. എല്ലാവരും നമ്മൾ ഇപ്പോൾ സാറിൻ്റെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി കോപ്പറേറ്റീവ് ബാങ്ക് എക്സാംസിനെ പറ്റി. അപ്പോൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ നേരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ, താങ്ക് യു സാർ. ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, ബൈ.